ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. ഗലാത്യ അധ്യായം 3 ആകെ എത്ര വാക്യങ്ങൾ? 29. ചോദ്യം 2. ഗലാത്യ 3 അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് നിയമമോ വിശ്വാസമോ? ചോദ്യം 3. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം ആരംഭിക്കുമ്പോൾ നടത്തുന്ന സംബോധന എന്ത്? ഭോഷന്മാരായ ഗലാത്യക്കാരെ. ചോദ്യം 4. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് എന്ത് ചെയ്തത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ആഭിചാരം ചെയ്തത്. ചോദ്യം 5. നിങ്ങൾ എന്ത് സ്വീകരിച്ചത്? നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടതും വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ആത്മാവിനെ. ചോദ്യം 6. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ആരാണോ നിങ്ങൾ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ഭോഷന്മാരാണോ? ചോദ്യം 7. എവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ആത്മാവിൽ. ചോദ്യം 8. നിങ്ങൾ സഹായിച്ചവയത്രയും എന്തായിരുന്നുവോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? വ്യർത്ഥമായിരുന്നുവോ? ചോദ്യം 9. ഗലാത്യ 3:6 പ്രകാരം ആര് തന്നെയും ദൈവത്തെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്? അബ്രാഹം. ചോദ്യം 10. അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് എന്തായി പരിഗണിക്കപ്പെട്ടു? ഉത്തരം നീതിയായി. ചോദ്യം 11. ആരെ വിശ്വസിച്ചതാണ് അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടത്? ഉത്തരം ദൈവത്തെ. ചോദ്യം 12. ഗലാത്യ 3 അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളിൽ പൗലോസ് ഗലാത്യക്കാരോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു? ഉത്തരം 5. ചോദ്യം 13. അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു, അതിനാൽ വിശ്വാസമുള്ളവർ ആരാണ്? ഉത്തരം അബ്രാഹത്തിൻ്റെ മക്കൾ. ചോദ്യം 14. നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്നാണ് പൗലോസ് ഗലാത്യക്കാരോട് പറയുന്നത്? ഉത്തരം വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ. ചോദ്യം 15. വിജാതീയരെ ദൈവം നീതീകരിക്കുന്നത് എങ്ങനെ? ഉത്തരം വിശ്വാസം വഴി. ചോദ്യം 16. നിന്നിൽ ആരെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്തയാണ് വിശുദ്ധ ഗ്രന്ഥം നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുള്ളത്? ഉത്തരം ജനതകളെല്ലാം. ചോദ്യം 17. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ വിശുദ്ധ ഗ്രന്ഥം മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാരെ? അബ്രാഹത്തെ. ചോദ്യം 18. വിശ്വാസമുള്ളവർ ആരോടൊപ്പമാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത്. ചോദ്യം 19. വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത് ആര്? ഉത്തരം വിശ്വാസമുള്ളവർ. ചോദ്യം 20. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ഉത്തരം ശാപത്തിന്. ചോദ്യം 21. നിയമാനുഷ്ഠാനത്തിൽ എന്ത് അർപ്പിക്കുന്ന എല്ലാവരുമാണ് ശാപത്തിന് വിധേയരായിരിക്കുന്നത്? ആശ്രയം. ചോദ്യം 22. എവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവർ ശപിക്കപ്പെട്ടവൻ ആണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം നിയമഗ്രന്ഥത്തിൽ. ചോദ്യം 23. ഒരുവനും നിയമം വഴി ആരുടെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല? ഉത്തരം ദൈവസന്നിധിയിൽ. ചോദ്യം 24. വിശ്വാസം വഴി ജീവിക്കുന്നത് ആര്? നീതിമാൻ. ചോദ്യം 25. നീതിമാൻ എങ്ങനെയാണ് ജീവിക്കുക? വിശ്വാസം വഴി. ചോദ്യം 26. നിയമത്തിൻ്റെ അടിസ്ഥാനം എന്തല്ല? വിശ്വാസം. ചോദ്യം 27. വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനമല്ല? ഉത്തരം നിയമത്തിൻ്റെ. ചോദ്യം 28. നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചതാര്? ഉത്തരം ക്രിസ്തു. ചോദ്യം 29. നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ക്രിസ്തു നമ്മെ എവിടെ നിന്നാണ് രക്ഷിച്ചത്? ഉത്തരം നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന്. ചോദ്യം 30. ആരാണ് ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത്? ഉത്തരം മരത്തിൽ തൂക്കപ്പെടുന്നവൻ. ചോദ്യം 31. ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കുന്നത്? ഉത്തരം അബ്രാഹത്തിന്. ചോദ്യം 32. അബ്രാഹത്തിന് ലഭിച്ച എന്താണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കുന്നത്? ഉത്തരം അനുഗ്രഹം. ചോദ്യം 33. ആത്മാവിൻ്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കേണ്ടത് എപ്രകാരം? ഉത്തരം വിശ്വാസം വഴി. ചോദ്യം 34. വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടത് എന്ത്? ഉത്തരം ആത്മാവിൻ്റെ വാഗ്ദാനം.
ചോദ്യം 35 ഗലാത്യ 3-ാം അധ്യായത്തിൽ 2-ാമത്തെ തലക്കെട്ട് നിയമവും വാഗ്ദാനവും. ചോദ്യം 36 ഗലാത്യ 3:15 സംബോധന എന്ത്? ഉത്തരം സഹോദരരെ. ചോദ്യം 37 വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കെല്ലാമായിട്ടാണ്? ഉത്തരം അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കും. ചോദ്യം 38 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച എന്തിനെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല? ഉത്തരം ഉടമ്പടിയെ, വാഗ്ദാനത്തെ. ചോദ്യം 39 പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എങ്കിൽ അത് ഒരിക്കലും എന്തിൽ നിന്നായിരിക്കുകയില്ല? ഉത്തരം വാഗ്ദാനത്തിൽ നിന്ന്. ചോദ്യം 40 ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. ഏത് നൽകിയത്? ഉത്തരം പാരമ്പര്യാവകാശം. ചോദ്യം 41 ദൈവം അബ്രാഹത്തിന് പാരമ്പര്യാവകാശം നൽകിയത് എന്തു വഴിയാണ്? ഉത്തരം വാഗ്ദാനം വഴി. ചോദ്യം 42 ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം വഴി നൽകിയത് എന്ത്? ഉത്തരം പാരമ്പര്യാവകാശം. ചോദ്യം 43 അബ്രാഹത്തിന് വാഗ്ദാനം വഴി പാരമ്പര്യാവകാശം നൽകിയത് ആര്? ഉത്തരം ദൈവം. ചോദ്യം 44 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം എന്ത് നൽകപ്പെട്ടു? നിയമം. ചോദ്യം 45 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ എന്ത് നിമിത്തമാണ് നിയമം നൽകപ്പെട്ടത്? പാപങ്ങൾ നിമിത്തം. ചോദ്യം 46 എന്ത് സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു? ഉത്തരം വാഗ്ദാനം സിദ്ധിച്ചവന്. ചോദ്യം 47 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ആരുവഴി? ഒരു മധ്യവർത്തിയിലൂടെയാണ് അത് വിളംബരം ചെയ്യപ്പെട്ടത്. ഉത്തരം ദൈവദൂതന്മാർ വഴി. ചോദ്യം 48 മധ്യവർത്തി ആവശ്യമായിരിക്കുന്നത് എപ്പോൾ? ഉത്തരം ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ. ചോദ്യം 49 ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ ആരുടെ ആവശ്യമുള്ളൂ? മധ്യവർത്തിയുടെ. ചോദ്യം 50 ഗലാത്യ 3:20 പ്രകാരം ദൈവമാരാണ്? ഏകനാണ്. ചോദ്യം 51 ഗലാത്യ 3-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് നിയമത്തിൻ്റെ ഉദ്ദേശം. ചോദ്യം 52 ഗലാത്യ 3:21 പൗലോസ് ചോദിക്കുന്ന ചോദ്യം എന്ത്? അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ചോദ്യം 53 നിയമം ദൈവത്തിൻ്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? വാഗ്ദാനങ്ങൾക്ക്. ചോദ്യം 54 എന്ത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം നിയമം. ചോദ്യം 55 എന്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? ഉത്തരം ജീവദായകമായ ഒരു നിയമം. ചോദ്യം 56 ആരിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു? ഉത്തരം യേശു ക്രിസ്തുവിൽ. ചോദ്യം 57 വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തിൻ്റെ കാവലിലായിരുന്നു? നിയമത്തിൻ്റെ. ചോദ്യം 58 എന്ത് ആവിർഭവിക്കുന്നതിന് മുൻപാണ് നമ്മൾ നിയമത്തിൻ്റെ കാവലിൽ ആയിരുന്നത്? വിശ്വാസം. ചോദ്യം 59 നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നമ്മുടെ പാലകനായിരുന്നത് ആര്? ഉത്തരം നിയമം. ചോദ്യം 60 നമ്മൾ എന്തിനാൽ നീതീകരിക്കപ്പെടേണ്ടതിനാണ് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നത്? ഉത്തരം വിശ്വാസത്താൽ. ചോദ്യം 61 ഗലാത്യ 3-ാം അധ്യായത്തിലെ 4-ാമത്തെ തലക്കെട്ട് പുത്രത്വവും അവകാശവും. ചോദ്യം 62 ആരിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം യേശു ക്രിസ്തുവിലുള്ള. ചോദ്യം 63 യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവപുത്രന്മാരാണ് എന്ന്. ചോദ്യം 64 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം സ്നാനം. ചോദ്യം 65 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്നു നാം എല്ലാം ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിനെ. ചോദ്യം 66 യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ആരിലാണ് ഒന്നായിരിക്കുന്നത്? ഉത്തരം യേശു ക്രിസ്തുവിൽ. ചോദ്യം 67 നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. വാഗ്ദാനമനുസരിച്ചുള്ള ഡാഷ് ഗലാത്യ 3:29 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അവകാശികളുമാണ്.